നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കര മണലിയിൽ മടവാക്കര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വീണ്ടും ലോറി മറിഞ്ഞു. NCTV ഇമ്പാക്ട്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമായി. CPM നന്ദിപുരം വരദരപ്പള്ളി ലോക്കൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. അമ്പലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ് MD ജോർജിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പറപ്പൂക്കര, പുതുക്കാട്, തൃക്കൂർ പഞ്ചായത്തുകളിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മണലിയിൽ നിന്ന് മടവാക്കര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ലോറി മറിഞ്ഞു. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ഇവിടെ ലോറി മറിയുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടം. കോട്ടയത്ത് നിന്നും കഞ്ചിക്കോട്ടേക്ക് ആക്രി സാധനങ്ങൾ കൊണ്ടുപോയ ലോറിയാണ് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ആഴ്ച ഇതേ സ്ഥലത്ത് ചരക്ക് ലോറി മറിഞ്ഞിരുന്നു. അപകടം പതിവാകുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരം. NCTV ഇമ്പാക്ട്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമായി. ഇതുവഴിയുള്ള യാത്രാ ദുരിതം സംബന്ധിച്ച NCTV വാർത്തയെ തുടർന്നാണ് റോഡിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ദുർഘടമായ ഈ പാതയിൽ കാൽനടയാത്ര പോലും എളുപ്പമായിരുന്നില്ല. വലിയ ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിരുന്നത്. തകർന്ന് തരിപ്പണമായ ഈ 3/4 കിലോമീറ്റർ ഭാഗത്ത് ആശുപത്രി, സ്കൂളുകൾ, മൃഗാശുപത്രി, വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട്. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ കോടശ്ശേരി പഞ്ചായത്തിന്റെ അതിർത്തി ആരംഭിക്കുന്ന ഭാഗത്ത് മെക്കാഡം ടാറിംഗ് നടത്തി മനോഹരമാക്കിയിട്ടുണ്ട്. ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് എത്തിയിരുന്നു. അദ്ദേഹം നേരിൽ കണ്ട് മനസ്സിലാക്കിയതാണ് വർഷങ്ങളായി തകർന്ന ഈ റോഡിന്റെ അവസ്ഥ. അന്ന് നാട്ടുകാർ ചേർന്ന് അദ്ദേഹത്തിന് പരാതിയും നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും ഈ റോഡിനായി പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ചിരുന്നില്ല. പ്രൊഫസർ C രവീന്ദ്രനാഥ് മന്ത്രിയായിരിക്കെ കൊടകര മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെ മെക്കാഡം ടാറിങ്ങിനായി 20.5 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ മലയോര ഹൈവേയുടെ പേരിൽ ഈ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ ഒഴിച്ചിട്ടതാണ് വർഷങ്ങളായുള്ള ദുരവസ്ഥയ്ക്ക് കാരണമായത്. ഈ ഭാഗം മലയോര ഹൈവേക്കായി ഏറ്റെടുത്തിരിക്കുകയാണെന്നും അതിനാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാനില്ലെന്നുമായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത്. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിലെയും സ്കൂൾ ജംഗ്ഷനിലെയും ഓട്ടോ തൊഴിലാളികളാണ് കൂടുതൽ ദുരിതം നേരിട്ടിരുന്നത്. മിനിമം ചാർജായ 30 രൂപയുടെ ഓട്ടമാണ് ഇവർക്ക് കൂടുതലും ലഭിക്കുന്നത്. എന്നാൽ റോഡിലെ വലിയ കുഴികളിൽ വീണ് വാഹനങ്ങൾ നിരന്തരം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട അവസ്ഥയാണെന്നും മറ്റ് ജീവിതമാർഗങ്ങൾ തേടേണ്ട സ്ഥിതിയാണെന്നുമായിരുന്നു ഇവരുടെ പരാതി. യാത്രാ ദുരിതം സംബന്ധിച്ച NCTV വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ താൽക്കാലിക കുഴിയടക്കൽ പ്രവൃത്തികളുമായി അധികൃതർ എത്തിയതെന്ന് പൊതുപ്രവർത്തകനായ സജി പറഞ്ഞു. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര UP സ്കൂൾ വരെ ഒരു 3/4 കിലോമീറ്ററോളം ജനങ്ങൾക്ക് കാൽനട യാത്രക്കാർക്ക് വരെ നടക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ദുർഘടം പിടിച്ച അവസ്ഥയായിരുന്നു ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ. നമ്മൾ അതിൻ്റെ പ്രതിവിധിക്ക് വേണ്ടി നിരവധി സ്ഥലത്ത് പരാതി കൊടുത്തിട്ടും ഫലം കണ്ടെത്തിയില്ല. തുടർന്ന് ഞങ്ങൾ പരിസ്ഥിതിയും വെള്ളിക്കുളങ്ങര ഓട്ടോ ഡ്രൈവേഴ്സും ചേർന്ന് NCTVനെ വിവരം അറിയിക്കുകയും അവിടുന്ന് വന്ന് അത് വാർത്തയാക്കി ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടും ദുരിതങ്ങളെയും കുറിച്ച് ആ വാർത്തയിലൂടെ ജനങ്ങളിലേക്ക് അറിയിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ അതിനൊരു നടപടി ഉണ്ടായിരിക്കുകയാണ്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ UP സ്കൂൾ വരെ ഇപ്പോൾ കുഴികൾ ഓട്ടയടിച്ച് നല്ല രീതിയിൽ ടാറിങ്ങും ചെയ്തിട്ടുണ്ട്. മലയോര ഹൈവേ നിർമ്മാണം വൈകും എന്നിരിക്കെ ഇപ്പോൾ താൽക്കാലിക പ്രവർത്തികളെങ്കിലും നടത്തിയതിന് കാരണമായ NCTV ന്യൂസിന്റെ ഇടപെടൽ പ്രശംസനീയമാണെന്ന് പരിസ്ഥിതി വൈസ് പ്രസിഡന്റ് കുഞ്ഞമ്പു പറയുന്നു. പലതവണ പരാതികൾ പല ഭാഗത്തും കൊടുത്തെങ്കിലും അധികൃതരെ അത് കാണാതെ പോവുകയും പിന്നീട് NCTV ഒക്കെ വാർത്തകൾ സൃഷ്ടിക്കുകയും അതോടനുബന്ധിച്ച് പരിസ്ഥിതിയും പിന്നെ വെള്ളിക്കുളങ്ങര ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനും ഒക്കെ എല്ലാവരും കൂടി സംയുക്തമായിട്ട് ഇതേ സംബന്ധിച്ച് ചർച്ച വരികയും
അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ കുണ്ടും കുഴിയുമായ ഈ അവസ്ഥയിൽ ഇപ്പോൾ പെട്രോൾ പമ്പിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച അവസ്ഥയിലാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് താൽക്കാലികമായി NCTV വാർത്ത വന്നതിനെ തുടർന്ന് താൽക്കാലികമായി ഓട്ട അടയ്ക്കുകയും ബാക്കി പണികൾ ഇനി മലയോര ഹൈവേയുടെ വർക്ക് പല ഭാഗത്തും 1, 2, 3 ഘട്ടങ്ങളായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ വന്നിട്ടുള്ള UP സ്കൂൾ വരെയുള്ള വർക്ക് ഇപ്പോൾ ഏകദേശം ധാരണയായിട്ടുണ്ട്. NCTV വാർത്ത വന്നതിന് ശേഷം പരിസ്ഥിതിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും പിന്നെ ഓട്ടോ ഡ്രൈവർമാരുടെയും കൂടി എല്ലാവരും കൂടി സംയുക്തമായിട്ട് ഇത് സഹകരിച്ച് ഇത് NCTVക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഇതോടൊപ്പം അറിയിക്കുന്നു. ഏതായാലും റോഡിലെ കുഴികളിൽ വീണ് നടുപൊടിഞ്ഞ് സഞ്ചരിച്ചിരുന്ന യാത്രക്കാരും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി വലഞ്ഞ ഡ്രൈവർമാരും ഇപ്പോൾ വലിയ ആശ്വാസത്തിലാണ്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെ കാലങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. ഇതിലൂടെയുള്ള യാത്രാ ദുരിതം സംബന്ധിച്ചും ഓട്ടോ തൊഴിലാളികളുടെ സംഘടനകളും NCTV വാർത്തയാണ് അധികൃതരുടെ മുന്നിലെത്തിച്ചത്. മലയോര ഹൈവേക്ക് മുൻപ് താൽക്കാലിക നടപടികളുമായി അധികൃതർ എത്തുകയായിരുന്നു. യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരമായതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. അമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ് MD ജോർജിന്റെ 1ാം ചരമ വാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. അമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ATCS പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ATCS വൈസ് പ്രസിഡന്റ് KS കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാജേശ്വരി, KM ബാബുരാജ്, സുന്ദരി മോഹൻദാസ്, DCC സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ പുതുക്കാട്, SCB പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, കോൺഗ്രസ് അളഗപ്പ് നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാറയിൽ, ഷാജി മാത്യു കുഴിയാനിമറ്റത്തിൽ, ഡോക്ടർ P വിനീത്, സെക്രട്ടറി സീന ബിജോയ് എന്നിവർ സംസാരിച്ചു. സ്ഥലം മേടിച്ച് ഇതുപോലെ ഒരു ബിൽഡിംഗ് പണിയാൻ ബാങ്കിന് സാധിച്ചു. സഹകാരികൾ അർപ്പിച്ച വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് ബാങ്ക് പ്രവർത്തിച്ചപ്പോൾ നല്ല നിലയിൽ ഡെപ്പോസിറ്റുകളും അതേപോലെ തന്നെ. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ആണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ജോർജ് ഏട്ടൻ നമ്മെ വിട്ടു പിരിഞ്ഞു പോകുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു ആ വേർപാട്. ഞങ്ങൾക്ക് തന്നെ, കാരണം എൻ്റെ ജോർജ് ഏട്ടനായിട്ടുള്ള പരിചയം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഒരു 89-90 കാലഘട്ടത്തിലാണ്. അതിനുശേഷം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ ഞങ്ങൾ പയ്യാക്കര പ്രദേശത്തേക്ക് പോകുമ്പോൾ ഏത് സമയവും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ജോർജേട്ടൻ എന്തായാലും ജയിക്കും, ഭരണം നിലനിൽക്കും, ഭരണം പിടിച്ചെടുക്കും, ജോർജേട്ടൻ പ്രസിഡൻ്റാവും. ആ ഒരു രീതിയിലൊക്കെ ഇരുന്ന് വന്നത്. LDF 8ഉം UDF 6ഉം വോട്ട് മെമ്പർമാരാണ് അന്നുണ്ടായത്. പക്ഷേ എന്തോ ചെറിയ നിസ്സാര വോട്ടിന് ജോർജേട്ടൻ തോൽക്കുകയും, പക്ഷേ അന്നുള്ള സൗഹൃദം ജോർജേട്ടൻ എന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ അവസാനത്തോടു കൂടിയുള്ള ആഴ്ചകളിൽ ജോർജേട്ടൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിച്ച സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചൊക്കെ ഞങ്ങൾ തൊട്ടടുത്ത സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അവിടെ പ്രസിഡൻ്റായിരിക്കുന്ന ഞങ്ങളും അവിടുത്തെ ജീവനക്കാരും ഒക്കെ നമ്മളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചിരുന്നു. ഒരു വർഷം മുമ്പ് ബാങ്കിൻ്റെ ബോർഡ് യോഗം കൂടിയതിന് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് ഞങ്ങളെല്ലാം കൂടെ കൂട്ടം കൂടി നിന്ന് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അനുസ്മരണ പ്രഭാഷണമാകുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുന്ന പ്രസംഗങ്ങളാകുമ്പോൾ എല്ലാവർക്കും അറിയാം ആവർത്തന വിരസത ഉണ്ടാകും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഒരു സുദീർഘമായ ഒരു അനുസ്മരണത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നറിയാം. അതുപോലെ വേദിയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ, ജോർജേട്ടൻ്റെ ഒരു സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മൂത്ത സഹോദരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ മകളും. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഞാൻ ഈ നാട്ടുകാരനായത് 34 വർഷം മുമ്പാണ്. അതിനു മുമ്പ് വരെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള അമ്പല്ലൂരായിരുന്നു എൻ്റെ സ്ഥലം.
ആ ആമ്പല്ലൂരിൽ നിന്ന് 1990 സെപ്റ്റംബർ മാസം ശ്രീ സന്തോഷ് നമ്പാടൻ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ജോർജിന്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അനുസ്മരണ പ്രഭാഷണമാകുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുന്ന പ്രസംഗങ്ങളാകുമ്പോൾ സ്മരണ സമ്മേളനത്തിന് നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ആണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് അറിയാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഉണ്ടാവും പറയാനെന്നറിയാം. എനിക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര രാജേശ്വരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുക്കാട് പ്രസിഡന്റ് സുധൻകാരിയിൽ സ്വാഗതം പറഞ്ഞ കൃഷ്ണകുട്ടിയേട്ടൻ, അതുപോലെ തന്നെ രാജു, നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ, അതുപോലെ തന്നെ CPM നന്ദിപുരം ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് പ്രദേശവാസികൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന പൊതുയോഗം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ചാക്കപ്പൻ അധ്യക്ഷത വഹിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, MB സതീഷ് ബാബു, അജിത സുധാകരൻ, KS സ്വരാജ് എന്നിവർ സംസാരിച്ചു. ബെന്നി ചാക്കപ്പനെ ലോക്കൽ സെക്രട്ടറിയായും 13-അംഗ ലോക്കൽ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നന്ദിക്കര പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NREG WU കൊടകര ഏരിയ പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ലീലാമണി സതീശൻ, പ്രിയ സുനിൽ, സെക്രട്ടറി സുലോചന ജനകൻ, ട്രഷറർ രഞ്ജിനി മോഹൻ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് നന്ദിക്കര സെന്ററിൽ ഒരുക്കുന്ന ഓപ്പൺ ജിം വിത്ത് സ്നേഹാരാമം ഒരുക്കൽ പദ്ധതിക്ക് പുറമെ സ്കൂളുകളുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ സ്നേഹാരാമം ഒരുക്കും. പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ നിർദ്ദേശങ്ങളും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മികച്ച വിഷയാവതരണത്തിനുള്ള സമ്മാനം നന്ദിക്കര GVHS സ്കൂളും മികച്ച ടീമായി ആലത്തൂർ ALP സ്കൂളും മികച്ച അവതരണത്തിന് പൊങ്കോത്ര LP സ്കൂളിലെ നേഹ PS-ഉം മികവ് പുലർത്തിയ അധ്യാപികയ്ക്കുള്ള സമ്മാനം പറപ്പൂക്കര PVHS സ്കൂളിലെ അധ്യാപിക സിമിതയും മികച്ച പോസ്റ്ററിനുള്ള സമ്മാനം പൊങ്കോത്ര LP സ്കൂളും കരസ്ഥമാക്കി. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. രാധ വിശ്വംഭരൻ, G സബിത, MK വിജയൻ, ശ്രീധ പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് നടത്തിയ കുട്ടികളുടെ ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, ആൻസി ജോബി, സുമ ഷാജു, പ്രീതി ബാലകൃഷ്ണൻ, ഹിമാദാസൻ, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MA അനൂപ്, കുടുംബശ്രീ ചെയർപേഴ്സൺ അമ്പിളി ഹരി, KG ഗീതുപ്രിയ, ഹർഷ ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. മാലിന്യ സംസ്കരണത്തിൽ വിവിധ പ്രബന്ധങ്ങൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ശുചിത്വ പ്രതിജ്ഞയും എടുത്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 9 സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ഹരിതസഭയുടെ ഉദ്ഘാടനം സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ജിഷ ഡേവിസ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഓരോ വിദ്യാലയങ്ങളിലെയും പ്രതിനിധികൾ അവരുടെ സ്കൂളിലെയും പഞ്ചായത്തിലെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് തയ്യാറാക്കി അവതരിപ്പിക്കുകയും നൂതന ആശയങ്ങൾ പഞ്ചായത്തുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ഹരിതസഭയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രസിഡന്റ് സാക്ഷ്യപത്രങ്ങൾ നൽകി. ബ്ലോക്ക് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേരിക്കുട്ടി വർഗീസ്, ഹനിത ഷാജു, ഷീബ നികേഷ്, ഗിഫ്റ്റി ഡേസൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെജി KA, RGSA കോർഡിനേറ്റർ അശ്വതി, കില RP ധന്യ, ശുചിത്വ മിഷൻ RP നിഷ എന്നിവർ സംസാരിച്ചു. കൊടകര BRCയുടെ കീഴിലുള്ള ചെങ്ങാലൂർ ഓട്ടിസം പാർക്കിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി വിമാനയാത്ര സംഘടിപ്പിക്കുന്നു. ബംഗളൂരുവിലേക്കാണ് കുട്ടികളുടെ വിമാനയാത്ര. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ്, ജോൺസൺ കൂന്തലി, മരത്താക്കര എന്നിവരുടെ സഹകരണത്തോടെയാണ് വിമാനയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്.
ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന യാത്ര പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. കൊടകര BPC VB സിന്ധു, കൊടകര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആന്റണി ജോസ്, ചെമ്മണ്ണൂർ ബ്രാഞ്ച് മാർക്കറ്റിംഗ് ഡയറക്ടർ റെനോ, ഷോറൂം മാനേജിംഗ് ഡയറക്ടർ പ്രമോദ്, ചെങ്ങാലൂർ GLPS അധ്യാപിക ലോല, PTA പ്രസിഡന്റ് സജിത്ത്, കൊടകര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റൈനി എന്നിവർ സംസാരിച്ചു. ചെങ്ങാലൂർ പാപ്പിനിപ്പാടത്തും പരിസര പ്രദേശത്തും കാട്ടുപന്നിക്കൂട്ടം കൃഷി നശിപ്പിച്ചു. നെൽകൃഷിയും കാർഷിക വിളകളുമാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലും കൃഷിഭവനിലും പരാതികൾ കൊടുത്തിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. കർഷകരുടെ വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ എത്രയും വേഗം അധികൃതർ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ ജോയ് മഞ്ഞളി, പാപ്പിനിപ്പാടം പാടശേഖര സമിതി പ്രസിഡന്റ് ശിവരാമൻ പെരുമറത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. ഇരുട്ട് വീണാൽ ബൈക്കിലെത്തി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആൾ കൊടകര പോലീസിന്റെ പിടിയിൽ. മറ്റത്തൂർക്കുന്ന് പത്തമടക്കാരൻ വീട്ടിൽ 31 വയസ്സുള്ള ഷനാസാണ് അറസ്റ്റിലായത്. മറ്റത്തൂർക്കുന്ന് ആറ്റപ്പള്ളി മൂലംകുടം പരിസരത്ത് വൈകിട്ട് ബൈക്കിൽ സഞ്ചരിച്ച് ജോലി കഴിഞ്ഞും മറ്റും വീട്ടിലേക്ക് നടന്നും സ്കൂട്ടറിലും മടങ്ങുന്ന സ്ത്രീകളുടെ പുറകിലൂടെ എത്തി പെട്ടെന്ന് സ്വകാര്യ ഭാഗങ്ങളിൽ കടന്നുപിടിക്കുന്നതായാണ് പരാതി. മറ്റത്തൂർക്കുന്ന് സ്വദേശിനിയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ അറസ്റ്റിലായത്. ബൈക്കിൽ സഞ്ചരിച്ച് ഒറ്റയ്ക്ക് നടന്നും പോകുന്നതും സ്കൂട്ടറിൽ പോകുന്നതുമായ സ്ത്രീകളെ നിരീക്ഷിച്ച് വെളിച്ചം കുറവുള്ളതും ആൾപെരുമാറ്റമില്ലാത്തതുമായ ഭാഗങ്ങളിൽ എത്തുന്ന സമയം പുറകിലൂടെ ചെന്ന് പെട്ടെന്ന് ദേഹത്ത് കടന്നുപിടിക്കുകയാണ് പ്രതിയുടെ രീതി. പെട്ടെന്നുള്ള ആക്രമണത്തിൽ സ്ത്രീകൾ ഭയപ്പെടുകയും സ്കൂട്ടറിൽ നിന്നും മറ്റും മറിഞ്ഞു വീഴുവാൻ ഇടയാകുകയും ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ ഇയാൾ 1.5 കൊല്ലമായി സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടെന്നും പല സ്ത്രീകളും പുറത്തു പറയാൻ മടിയുള്ളതിനാൽ പരാതികളുമായി എത്താത്തതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. DYSP PK സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ CI PK ദാസ്, SI VP അരിസ്റ്റോട്ടിൽ, SI EA സുരേഷ്, ASI സജു പൗലോസ്, ASI ആഷ്ലിൻ ജോൺ, ASI ലിജോൺ, CPO ശ്രീജിത്ത് എന്നിവർ ഉണ്ടായിരുന്നു. പിടിയിലായ ഷനാസിന് മുൻപും സമാന കാര്യത്തിന് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ കേസുള്ളതാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മട്ടത്തൂർ യൂണിറ്റിന്റെ മേഖലാ കുടുംബയോഗം അവിട്ടപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ TA വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. IR ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P ശിവദാസ്, CN വിദ്യാധരൻ എന്നിവർ ക്ലാസ് നയിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ, സെക്രട്ടറി KV രാമകൃഷ്ണൻ, K സുകുമാരൻ, PV പത്മനാഭൻ, PS സുരേന്ദ്രൻ, KR ശശികുമാർ, T ഹരിദാസ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്കിലെ അംഗങ്ങൾ മുസ്ലിസ് പൈതൃക കേന്ദ്രങ്ങളിലേക്ക് പഠനയാത്ര നടത്തി. സാംസ്കാരിക കൺവീനർ ഫ്രാങ്കോജി മഞ്ഞളിയുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ കോൺവെന്റ് സ്കൂളിലെ വോളിബോൾ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 24ാമത് അഖില കേരള ഇന്റർ സ്കൂൾ വോളിബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. അൽബേർണിയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആനി ഡേവിസ് അധ്യക്ഷയായിരുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അംഗം ഷൈബി സജി, പ്രധാനാധ്യാപിക സിസ്റ്റർ ലിസ്മിൻ, PTA പ്രസിഡന്റ് VG സത്യൻ, MPTA പ്രസിഡന്റ് മീനു, KP ജിലീഷ് എന്നിവർ സംസാരിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ മാതൃകാ ഹരിത സഭയിൽ ഉന്നയിച്ച ആവശ്യപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി മുഴുവൻ സ്കൂളുകളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. വിദ്യാലയ തലത്തിലുള്ള ബോട്ടിൽ ബൂത്തുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ KU വിജയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, വാർഡംഗം K വൃന്ദാകുമാരി, സ്കൂൾ മാനേജർ K വാസു, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊകലത്ത്, AS സുനിൽകുമാർ, നിജി വത്സൻ, നിഖിത അനൂപ്, സേവ്യർ ആളൂക്കാരൻ, ജിനി സതീശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിൽജി, പ്രിൻസിപ്പൽ ലിയോ ജോബി എന്നിവർ സംസാരിച്ചു. കല്ലൂർ സ്വദേശി മുകുന്ദൻ കുനിയത്തിന്റെ കാഴ്ചപ്പാടുകളുടെ അക്ഷരത്താളുകൾ എന്ന പുസ്തകം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് പ്രകാശനം ചെയ്യും. കൊച്ചി ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് പുസ്തക പ്രകാശനം നടക്കുന്നത്. 101 കവിതകൾ ഉൾപ്പെടുന്നതാണ് പുസ്തകം. ദീർഘകാലം പ്രവാസിയായിരുന്ന മുകുന്ദന്റെ 2ാമത്തെ പുസ്തകമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ചെമ്പൂച്ചിറ GHS സ്കൂളിലെ SSLC വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. സൈക്കോളജിസ്റ്റും മുൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ സ്മിത സതീഷ് ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക K കൃപാകൃഷ്ണൻ സംസാരിച്ചു.
ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിന്റെ ആരോഗ്യ വികസന സംരംഭമായ ഫിറ്റ് ഫോർ ലൈഫിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി 2500 പേരുടെ മെഗാ എറോബിക്സ് ഡാൻസ് പെർഫോമൻസ് അരങ്ങേറി. ഏറ്റവും കൂടുതൽ വനിതകളുടെ പങ്കാളിത്തത്തോടെ നടത്തിയ എറോബിക്സ് ഡാൻസ് URF ഏഷ്യൻ റെക്കോർഡ് കരസ്ഥമാക്കി. ക്ലാസ് മുറികളിൽ ബോഡി ഷേമിംഗ് അടക്കം വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ അധ്യാപകരിൽ നിന്നോ സ്കൂൾ അധികാരികളിൽ നിന്നോ ഉണ്ടാകാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന വാഹന വാടക ഉൾപ്പെടെയുള്ള ഫീസ് സംബന്ധിച്ച ആവശ്യങ്ങൾ ക്ലാസ് മുറികളിൽ മറ്റു കുട്ടികളുടെ സാന്നിധ്യത്തിൽ അധ്യാപകരോ സ്കൂൾ അധികൃതരോ വിദ്യാർത്ഥികളോട് ചോദിക്കരുത്. ഇപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും മൊബൈൽ ഫോണുണ്ട്. അവരോട് നേരിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാൻ. പഠനയാത്രയ്ക്ക് പണമില്ല എന്ന കാരണത്താൽ സ്കൂളുകളിലെ ഒരു കുട്ടിയെപ്പോലും യാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാടുള്ളതല്ല. സ്കൂൾ പഠനയാത്രകൾ വിനോദയാത്രകൾ മാത്രമാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, ഇതിന് വൻതോതിലുള്ള തുകയാണ് ചില സ്കൂളുകളിൽ നിശ്ചയിക്കുന്നത്. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിയാതെ അവരിൽ മാനസിക പ്രയാസമുണ്ടാക്കുന്നു. ആയതിനാൽ പഠനയാത്രകൾ എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണം. സ്കൂളുകളിലെ പഠനയാത്രയോടൊപ്പം അകമ്പടിയായി പോകുന്ന അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും യാത്രാ ചിലവ് ബന്ധപ്പെട്ട PTA കമ്മിറ്റികളോ സ്റ്റാഫ് മാനേജ്മെന്റ് കമ്മിറ്റികളോ വഹിക്കേണ്ടതാണ്. ചാവക്കാട് മണത്തല അയിനിപ്പുള്ളിയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ 50 വയസ്സുള്ള ബിജോയ്, സഹോദരി 49 വയസ്സുള്ള ഷീബയുടെ മകൾ 22 വയസ്സുള്ള അന്ന എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച പുലർച്ചെ 5:45 അപകടം. കണ്ണൂർ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ദേശീയപാതയിലെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. അപകടം കണ്ട് ഓടിക്കൂടിയവർ ചേർത്ത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫാഷൻ വസ്ത്രരംഗത്ത് വിസ്മയം തീർക്കാൻ ഏറെ പുതുമകളോടെ പാഷൻ പെറ്റൽസിന്റെ നവീകരിച്ച ഷോറൂം പുതുക്കാട് ബസാർ റോഡിൽ വെള്ളിയാഴ്ച രാവിലെ 10 പ്രവർത്തനം ആരംഭിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഭദ്രദീപം തെളിയിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ഷൈനി ജോർജ് ആദ്യ വിൽപ്പന നടത്തും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ നറുക്കെടുപ്പും നിർവഹിക്കും. ആദായ നികുതി വകുപ്പിന്റെ പാൻ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ QR കോഡ് സൗകര്യമുള്ള ഒരു പുതിയ പാൻ കാർഡ് ഉടൻ ലഭിക്കും. നിലവിലെ പാൻ കാർഡ് സോഫ്റ്റ്വെയർ 15 മുതൽ 20 വർഷം പഴക്കമുള്ളതാണെന്നും നവീകരിക്കേണ്ടതുണ്ടെന്നും കണ്ടാണ് പാൻ 2.0 നടപ്പാക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. റിപ്പോർട്ടിലേക്ക്. നികുതിദായകർക്ക് പൂർണ്ണമായി ഡിജിറ്റലായി പാൻ സേവനം ലഭ്യമാക്കുന്നതിനായാണ് പുതിയ കാർഡ് നൽകുന്നത്. പാൻ സേവനങ്ങളുടെ സാങ്കേതിക വിദ്യാധിഷ്ഠിത മാറ്റത്തിലൂടെ നികുതിദായകരുടെ രജിസ്ട്രേഷൻ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഗവേണൻസ് സംരംഭമാണ് 2.0 പദ്ധതി. 1435 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചെലവഴിക്കുന്നത്. നികുതിദായകരുടെ രജിസ്ട്രേഷൻ സേവനങ്ങളിൽ വലിയ മാറ്റത്തിന് സഹായിക്കാൻ പാൻ 2.0ക്ക് സാധിക്കും. സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഡാറ്റ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുന്നതിനും ഗവൺമെന്റ് ഏജൻസികളുടെ ഡിജിറ്റൽ സംവിധാനങ്ങൾക്കുള്ള ഒരു പൊതു തിരിച്ചറിയൽ മാർഗമായുമെല്ലാം പാൻ ഉപയോഗിക്കാം. ഇനി ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ വയർമാൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്നീ ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. PSCയുടെ റൊട്ടേഷൻ സംവരണേതര ചാർട്ട് പ്രകാരമായിരിക്കും നിയമനം. വയർമാൻ തസ്തികയിൽ റൊട്ടേഷൻ പ്രകാരം EWS വിഭാഗത്തിൽ നിന്നും ഇലക്ട്രോണിക്സ് മെക്കാനിക് തസ്തികയ്ക്കുള്ള ഒഴിവിൽ റൊട്ടേഷൻ പ്രകാരം SC വിഭാഗത്തിൽ നിന്നും നിയമനം നടത്തും. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ 30 രാവിലെ 10:30 ITIയിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0482701491. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. പറപ്പുക്ര
മുത്രത്തിക്കര കൊളങ്ങരപ്പറമ്പിൽ സുകുമാരൻ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മിനിയാണ് ഭാര്യ, അർച്ചന മകളാണ്. ചെങ്ങാലൂർ സ്നേഹപുരം തരകൻ ഐനിക്കൽ ലാസർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 സ്നേഹപുരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടക്കും. എൽസിയാണ് ഭാര്യ. ബാബു, ലീന, റീന എന്നിവർ മക്കളും. നിഷ, റിന്നി, ആൻഡു എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കാറളത്തുകാരൻ മോഹൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ നടക്കും. പരേതയായ മേരിയാണ് ഭാര്യ. ഷീല, ബോബി, ഡിക്സി, ഷലി, ഷീബ എന്നിവർ മക്കളും. സണ്ണി, വത്സ, ആന്റണി, ജോസ്, ബെനഡിക്റ്റ് എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ മുതലക്കുളം വേലായുധൻ ഭാര്യ വിലാസിനി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിനീത, വിനോദ് എന്നിവർ മക്കളും. സുഗുണൻ, സുനിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കര മണലിയിൽ മടവാക്കര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വീണ്ടും ലോറി മറിഞ്ഞു. NCTV ഇമ്പാക്ട്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമായി. CPM നന്ദിപുരം വരദരപ്പള്ളി ലോക്കൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ് MD ജോർജിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പറപ്പൂക്കര, പുതുക്കാട്, തൃക്കൂർ പഞ്ചായത്തുകളിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.